അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾക്കറിയാം, ഓരോ ദിവസവും അദ്ദേഹം ഓരോ പ്രസ്താവന വരും, അദ്ദേഹം വാർത്തയിൽ നിറയും. അദ്ദേഹം ടെലിവിഷൻ അവതാരകനായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ടെലിവിഷനുകളിലും ലോക TV നെറ്റ്വർക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രസ്താവനകൾ അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയ പ്രസ്താവന വന്ന് വെനസ്വേലിയൻ പ്രസിഡന്റിനെതിരെയാണ്. നിക്കോളാസ് മഡൂറോയെ വിദേശ ഭീകര സംഘടനയുടെ അംഗമായി അമേരിക്ക പ്രഖ്യാപിച്ചു. ഭീകര സംഘടനാ പ്രഖ്യാപനത്തിലൂടെ അമേരിക്ക സൈനിക നടപടിക്ക് മുതിർന്നേക്കുമെന്ന സംശയമുണ്ട്. വെനസ്വേലയുടെ എണ്ണശേഖരം നിയന്ത്രിക്കാനായി ഭരണമാറ്റത്തിനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് ഇപ്പോഴും ഇരുന്ന ആരോപണം. അമേരിക്കയിൽ മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനൊരു ഹെഡ് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് അങ്ങനെയൊന്നും പ്രഖ്യാപിക്കാറില്ല. പക്ഷേ ഇദ്ദേഹം കടുത്തൊരു പ്രഖ്യാപനമാണല്ലോ നടത്തിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് എസ്കെൻ. അതിനു മുന്നേ ഡൊണാൾഡ് ട്രംപ് മക്ഡൊണാൾഡ്സിന്റെ ഒരു പരസ്യത്തിൽ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്, ബർഗർ വിൽക്കുന്നതിന്റെ ഭാഗമായിട്ട്. പിന്നെ പിസയുടെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എസ്കെൻ, ഇനി വാർത്തയിലേക്ക് വരുവാണെങ്കിൽ, അമേരിക്കയിൽ ഈ മയക്കുമരുന്ന് എത്തിക്കുന്ന സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെന്ന് ആരോപിച്ച് വെനിൻസുല പ്രസിഡന്റ് നിക്കോളാസ് മദുരോയ്ക്കെതിരെ ഒരു തുറന്ന യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപും സംഘവും. കാർട്ടൽ ഡേ ലോസ് സോൾസ് എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് സംഘടന അതിനെ ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രേഖകളിൽ നിന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒപ്പുവെക്കുകയും ചെയ്തു. മദൂരെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും ഭീകര സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരായിട്ടും അത് ഓപ്പറേറ്റ് ചെയ്യുന്നവരായിട്ടും ഉള്ള ആൾക്കാരായിട്ടാണ് മാർക്കോ റൂബിയോ ഇതിനു ശേഷം ആരോപിച്ചിരിക്കുന്നത്. ഈ ഭീകര സംഘടനയുടെ തലവനായിട്ട് പ്രഖ്യാപിച്ചതോടെ മദൂരയ്ക്കെതിരെ വ്യക്തിപരമായ ഉപരോധങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ ആസ്തികൾക്കെതിരെയൊക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ US പ്രസിഡന്റ് ചില അധികാരങ്ങളുണ്ട്. അത് ഉപയോഗിക്കുവാൻ ഇതോടുകൂടി ഡൊണാൾഡ് ട്രംപിന് സാധിക്കും. അതുപോലെ ഭീകരവിരുദ്ധ സൈനിക നീക്കങ്ങളുടെ പേരിൽ വെനിൻസുലയ്ക്ക് ഉള്ളിൽ ആക്രമണം നടത്തുന്നതിന് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പല ഓപ്ഷൻസും ഈ മണിക്കൂറുകളിൽ പരിശോധിച്ചുകൊണ്ടേയും ഇരിക്കുകയാണ്. പെന്റഗൺ സ്പിയർ എന്ന പേരിൽ ഒരു സൈനിക വിന്യാസം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് US മിലിറ്ററിയുടെ 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളും ഏതാണ്ട് 15,000-ഓളം സൈനികരെയും ഈ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഭീകര സംഘടനയെന്ന് പ്രഖ്യാപിച്ച അമേരിക്കയുടെ ഈ നീക്കം എന്നാൽ പരിഹാസ്യം എന്നാണ് വെനിൻസുലൻ വിദേശകാര്യ മന്ത്രി ഇവാൻ ഗിൽ പറയുന്നത്. വെനിൻസുലയുടെ എണ്ണശേഖരമൊക്കെ നിയന്ത്രിക്കാനായിട്ടും അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനായിട്ടും അമേരിക്ക ശ്രമിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഈ മയക്കുമരുന്ന് കടത്തിൽ വ്യക്തിപരമായ പങ്കാളിത്തം വെനിൻസുലൻ പ്രസിഡന്റ് മദൂരോ എല്ലാ കാലത്തും നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നിക്കോളാസ് മദൂരോ ഒരു തീവ്രവാദ സംഘടനയുടെ തലവനായിട്ട് പ്രഖ്യാപിച്ചപ്പോഴും മദൂരോയുമായിട്ട് നേരിട്ട് സംസാരിക്കുവാൻ തനിക്ക് താല്പര്യമുണ്ടെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് തന്റെ അഡ്വൈസേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.